പ്രകോപന പ്രസ്താവനയുമായി പാകിസ്ഥാൻ സെനറ്റർ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്നാണ് പുതിയ പ്രസ്താവന. അയോധ്യയിൽ നിർമ്മിക്കുന്ന ബാബറി മസ്ജിദിന്റെ ആദ്യ കല്ല് പാകിസ്ഥാൻ പട്ടാള മേധാവി ഇടുമെന്നാണ് പാക് സെനറ്ററായ പൽവാഷ മുഹമ്മദ് സായി ഖാന്റെ പ്രസ്താവന. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വിവാദ പ്രസ്താവനയിലേക്ക് കടന്നിരിക്കുന്നു പാക് സെനറ്റർ. മാത്രവുമല്ല, ഏറ്റവും വലിയൊരു പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അയോധ്യയിൽ പള്ളി പണിയുമെന്നും ആ പള്ളിയുടെ ആദ്യത്തെ കല്ല് പാകിസ്ഥാന്റെ പട്ടാള മേധാവി തന്നെ ഇടുമെന്നുമുള്ള വളരെ പ്രകോപനപരമായ, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പാക് സെനറ്ററുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രകോപനപരമായ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ദേവിക, പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ പല രാഷ്ട്രീയ നേതാക്കളും ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിലെ വനിതാ സെനറ്ററായ പൽവാഷ മുഹമ്മദ് സായി ഖാനാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതും ഭാരതത്തിൻ്റെ വികാരമായ ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ ഈശ്വരനായും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ മര്യാദാ പുരുഷോത്തമനായും നോക്കിക്കാണുന്ന ഭഗവാൻ ശ്രീരാമൻ്റെ അയോധ്യയിലെ രാമക്ഷേത്രം പൊളിച്ച് അവിടെ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്നാണ് ഈ പൽവാഷ മുഹമ്മദ് സായി ഖാൻ എന്ന ഈ വനിതാ സെനറ്റർ ഇപ്പോൾ പാകിസ്ഥാൻ സെനറ്റിൽ പ്രസംഗിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രകോപനപരമായ പ്രസ്താവന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അയോധ്യയിലെ രാമക്ഷേത്രം പൊളിക്കുമെന്നും അവിടെ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുമ്പോൾ ആ പള്ളിയുടെ ആദ്യത്തെ തറക്കല്ല് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പട്ടാള മേധാവിയായിട്ടുള്ള ജനറൽ അസീം മുനീർ ഇടും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രധാന കാരണക്കാരനായി ഇപ്പോൾ പൊതുവെ ഇന്ത്യ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ ഇപ്പോഴത്തെ പട്ടാള മേധാവി ജനറൽ മുനീറാണ്. കാരണം ഇയാൾ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുമായി അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ ISIയുടെ ഒരു പ്രതിനിധിയായി തന്നെയാണ് ഇയാൾ പട്ടാള മേധാവിയായി വന്ന ഘട്ടം മുതൽ തന്നെ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ പ്രസ്താവനകൾ ഇയാൾ നടത്തുന്നുണ്ടായിരുന്നു. പഹൽഗാമിൽ ഈ 26 ഭാരതീയരെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇയാൾ പാകിസ്ഥാൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് തീർത്തും മതവിദ്വേഷം രൂപപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം മുസ്ലിം ലീഗിന്റെ സ്ഥാപകനും പിന്നീട് രാഷ്ട്ര വിഭജനത്തിന് കാരണക്കാരനും പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവുമൊക്കെയായ മുഹമ്മദ് അലി ജിന്ന വർഷങ്ങൾക്ക് മുൻപ് മുന്നോട്ട് വെച്ച 2 നേഷൻ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇയാൾ ഈ ജനറൽ മുനീർ പറഞ്ഞത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യസ്ത സംസ്കാരവും വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത വിശ്വാസവും ഉള്ളവരാണെന്നും അതിനാൽ ഒരു കാരണവശാലും നമുക്ക് ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കാൻ കഴിയത്തില്ല, അതിനാൽ അത്തരം സാഹചര്യങ്ങളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നൊരു പരാമർശം ഇയാൾ നടത്തി. അങ്ങനെ മുഹമ്മദ് അലി ജിന്നയുടെ ദുരാഷ്ട്രവാദം 2 നേഷൻ തിയറിയെ തന്നെ വിശദീകരിച്ച ജനറൽ മുനീറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ്, മണിക്കൂറുകൾക്കകമാണ് ഇസ്ലാമിക ഭീകരർ പഹൽഗാമിൽ 26 ഭാരതീയരെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ പറയുകയാണ്, ഇത്തരത്തിൽ അയോധ്യ എന്ന് പറയുന്ന ഭാരതത്തിന്റെ വികാരമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയായ അയോധ്യയിലെ രാമക്ഷേത്രം പൊളിക്കുമെന്നും അവിടെ അധിനിവേശ ശക്തിയുടെ പേരിൽ മുൻപുണ്ടായിരുന്ന അപമാനത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് അത് വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന പ്രകോപനപരമായ പ്രസ്താവനയാണ് ഏതായാലും ഈ പുൽവാഷ മുഹമ്മദ് സായി ഖാൻ എന്ന ഈ പാകിസ്ഥാനിലെ സെനറ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രകോപനപരമായ പ്രസ്താവന കൂടി ഇവർ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സിഖ് പട്ടാളക്കാർ പാകിസ്ഥാനെ ആക്രമിക്കില്ല എന്ന ഒരു പ്രസ്താവന കൂടി ഇവർ നടത്തിയിട്ടുണ്ട്. അത് സിഖ് ഗുരുവിൻ്റെ ജന്മനാട് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇന്ത്യൻ റെജിമെന്റിലുള്ള സിഖുകാർ ഒരിക്കലും പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യത്തില്ല എന്ന ഒരു പ്രസ്താവന കൂടി ഇവരിപ്പോൾ സെനറ്റിൽ നടത്തിയിട്ടുണ്ട്. ദേവിക, ഗൗതം, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് സെനറ്ററിന്റെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്നായാലും വ്യക്തമാണല്ലോ. കാരണം മതമാണ് പ്രശ്നം, ഹൈന്ദവത അല്ലെങ്കിൽ ഹൈന്ദവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക അല്ലെങ്കിൽ ഹൈന്ദവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് അല്ലേ ഈ പ്രസ്താവന? കാരണം ആ വാക്കുകളിൽ അത് വ്യക്തമാണല്ലോ. ദേവിക, പാകിസ്ഥാനെ സംബന്ധിച്ച് അതിലൊരു അത്ഭുതമില്ല. കാരണം പാകിസ്ഥാൻ ഒരു
തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള രാജ്യമാണ്. അവിടെ ജനാധിപത്യം എന്നത് പേരിന് വേണ്ടി പറയുന്നുണ്ടെങ്കിലും അതൊരു തമാശ മാത്രമാണ് പാകിസ്ഥാന്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. തീവ്ര ഇസ്ലാമിക സംഘടനകൾ, പ്രത്യേകിച്ച് ഹാഫിസ് സയ്യിദിനെ പോലുള്ളവരും മസൂദ് അസറിനെ പോലുള്ളവരുമൊക്കെയാണ് അവിടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കുകയും ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദി പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട് അവരുടെ അജണ്ടകൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു തീവ്ര മതരാഷ്ട്രമാണ്. മാത്രമല്ല, പാകിസ്ഥാൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിനെപ്പറ്റിയും നമുക്കറിയാം. ഭാരതം എന്ന ഈ വളരെ വിശാലമായ മതേതര സ്വഭാവമുള്ളൊരു രാഷ്ട്രത്തെ മുസ്ലിം ലീഗും അതിൻ്റെ നേതാവുമായ മുഹമ്മദ് അലി ജിന്ന അന്ന് ദുരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ പാകിസ്ഥാന്റെ പട്ടാള മേധാവി അടുത്തിടെ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾക്കൊപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പ്രശ്നമുണ്ടാക്കി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന അതിനുവേണ്ടി വാദങ്ങൾ മുന്നോട്ട് വെച്ച് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന ഒരു ഭാഗത്ത് ഭാരതത്തിന്റെ ദേശീയതയ്ക്ക് വിഘാതമുണ്ടാക്കിക്കൊണ്ട് ഒരു മതരാഷ്ട്രം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗുമാണ്. ആ മുസ്ലിം ലീഗിന്റെ താല്പര്യ അടിസ്ഥാനത്തിലാണ് പിന്നീട് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ ഈ മഹത്തരമായ രാഷ്ട്രത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റുവിന്റെ കൂടി ഒത്താശയോടുകൂടി വിഭജിച്ചത് എന്നത് ചരിത്രമാണ്. അതിനാൽ മതം പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് വിഭജിക്കപ്പെട്ട് പിന്നീട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മാത്രമാണ് ശരി എന്ന വഴിയിലൂടെയാണ് ആ രാജ്യം സഞ്ചരിക്കുന്നത്. ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നത് പ്രത്യേകിച്ച് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഭാരതത്തിനെതിരെ ഈ രീതിയിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ തീർച്ചയായും നേരത്തെ ദേവിക ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഇന്ത്യ വിരുദ്ധം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഹിന്ദു വിരുദ്ധമായ സ്വഭാവം പാകിസ്ഥാന്റെ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട്. മത അടിസ്ഥാനത്തിലുള്ള ആക്രമണമാണ് പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് നടന്നത്. മതം ചോദിച്ചും ഇസ്ലാം അല്ലെന്ന് കൃത്യമായി വിലയിരുത്തിയതിൻ്റെയും അടിസ്ഥാനത്തിൽ 26 ഭാരതീയരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്ലാമിക ഭീകരശക്തികൾ. അവർ വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട ഭീകരശക്തികളാണ് അന്ന് അവിടെ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഇതിൽ മതമുണ്ട്, അല്ലെങ്കിൽ മതമാണ് ഈ ആക്രമണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പാകിസ്ഥാനിലെ വനിതാ സെനറ്റർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന. ഭാരതം അടുത്തിടെ പുനഃസ്ഥാപിച്ച അയോധ്യയിലെ പവിത്രമായ ആ രാമക്ഷേത്രം, രാംലല്ലയുടെ വിഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രം, അത് പൊളിച്ചതിന് ശേഷം അവിടെ ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് പാകിസ്ഥാനിലെ സെനറ്റർ. ദേവിക. ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുമെന്ന വിവാദ പരാമർശവുമായി പാകിസ്ഥാൻ സെനറ്റർ രംഗത്തെത്തിയിരിക്കുന്നു. അയോധ്യയിൽ നിർമ്മിക്കുന്ന ബാബരി മസ്ജിദിന്റെ ആദ്യ കല്ല് പാകിസ്ഥാൻ പട്ടാള മേധാവി ഇടുമെന്നാണ് പാക് സെനറ്ററായ പൽവാഷ മുഹമ്മദ് സായിഖാന്റെ പ്രസ്താവന. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.